ഇപ്പോൾ ലാലേട്ടൻ്റെ സമയമാണ്. 2 സിനിമകൾ, ഒന്നൊരു മാസ് ആക്ഷൻ പൊളിറ്റിക്കൽ മൂവിയാണ്, അത് നാളെ റിലീസ് ചെയ്യാൻ പോകുന്നു. രണ്ടാമത്തേത് ഒരു ഫാമിലി മൂവിയാണ്. അതിലെനിക്ക് കൂടുതൽ പ്രതീക്ഷ വരാനുള്ള ഒരു പ്രധാന കാരണം അതിൻ്റെ ഡയറക്ടർ തരുൺ മൂർത്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻകാല സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള സിനിമകളും കഥാപാത്രങ്ങളുമാണ്. അപ്പോൾ ലാലേട്ടൻ കൂടി അദ്ദേഹത്തിൻ്റെ സിനിമ ക്ലബിലേക്ക് വന്നാലോ, അത് വേറെ ലെവലിലായിരിക്കും എന്ന് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. ദൃശ്യത്തിലായിരുന്നു ലാലേട്ടൻ്റെ നല്ലൊരു ഫാമിലി മൂവി നമ്മൾ കണ്ടത്. ഓഫ് കോഴ്സ് അതിൽ ജോണർ വേറെയാണ്, കുറച്ച് കുറ്റാന്വേഷണ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ അതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ലാലേട്ടൻ ആ ഒരു കഥാപാത്രത്തെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ഫാമിലി ഓറിയൻറ്റഡ് സിനിമകൾ വരുമ്പോൾ അതിലെ കഥാപാത്രത്തെ നമുക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ട്. നമുക്കപ്പോൾ തുടരും എന്ന സിനിമയുടെ ട്രെയിലറിലേക്ക് പോകാം. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടെന്നെങ്കിലും കയറി വരും. അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? Oh my God. This is gonna be entertainer. Sure. ഇതിൽ കുറെ ഉണ്ടല്ലോ അവിടെ. ആ താടി തൊട്ട് കൈ ഞാൻ വെട്ടും. അണ്ണ ഇങ്ങനെ താടി വളർത്തി അയ്യോ പാവം കളിച്ചു നടാ. ആർക്കടാ പ്രശ്ന? എന്താണ്? എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്നറിയാം. ഈ കാറിന് വേണ്ടിട്ട് ഫാൻ കറങ്ങുന്നതിൽ ഇവിടെ കിടന്ന് വട്ടം വട്ടം ടാക്സി എന്റെ വണ്ടിയുടെ കാര്യം തരൂല സാറേ. എന്റെ കാറ് കിട്ടൂല. കിളി പോവും. அந்த ആൾക്ക് കാറ് കയ്യിലെ കിട്ടിയാ കിളി പോവും. ഓ, കഥ മാറുവാണ്. മഴ നനയാലല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. എന്റെ പൊന്നോ, കമ്മിങ് സൂൺ. പെട്ടെന്ന് വരട്ടെ. ആ ഒരു ട്രാൻസിഷൻ ഉണ്ട്. ആദ്യമുള്ള ഒരു എൻ്റർടൈനിങ് ആ ഒരു മൂഡിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉൾപ്പെടെ മാറുന്നുണ്ട്. എൻ്റെ മോനെ, ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഒന്ന് കേൾക്കണം, അടിപൊളി. ഓ, ഒരു ട്രെയിലറിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുണ്ടായിരുന്നു. 100% എനിക്ക് ഉറപ്പാണ് ദിസ് ഈസ് ഗോയിങ് ടു ബി ബിഗ്ഗസ്റ്റ് ഹിറ്റ്. പ്ലസ് ലാലേട്ടൻ്റെ ഈ അടുത്ത് വന്ന സിനിമകളിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്ന് ഈ തുടരും എന്ന സിനിമ തന്നെയായിരിക്കും. അതിൽ യാതൊരുവിധ സംശയം ഉണ്ടാവില്ല. അത്രയും രസമുണ്ട്. പിന്നെ ഇതിൽ അംബാസഡർ നമ്മൾ കണ്ടല്ലോ, അതിന് നമ്മുടെ ലൂസിഫറിലുള്ള ആ ഒരു കാറുമായിട്ട് തന്നെ സാമ്യമുണ്ട്. ഞാനത് എടുത്തു പറയാനുള്ളൊരു കാരണം മറ്റൊന്നുമല്ല, പ്രത്യേകിച്ച് ഇപ്പം എമ്പുരാൻ വരാൻ പോകുന്നു. അപ്പോൾ രണ്ടും കൂടി തട്ടിച്ച് നോക്കുമ്പോൾ സിമിലർ കാർസ് ബട്ട് ഡിഫറെൻറ്റ് പേഴ്സൺ. ഒരാൾ തന്നെയാണ് അതിനെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ലാലേട്ടൻ, പക്ഷേ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് അതിനെ കൈകാര്യം ചെയ്യുന്നു. അതിനെ അദ്ദേഹം കാണിച്ചിരിക്കുന്ന രീതി വളരെ ഡിഫറെൻ്റ് ആണ്. എനിവേ, നമുക്ക് എമ്പുരാനും ബന്ധുവാണ് തമ്മിലുള്ളൊരു ഇത് വിട്ടേക്കാം. നമുക്ക് തുടരും എന്ന സിനിമയിലേക്ക് തന്നെ വരാം. ശോഭന ചേച്ചി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഇത്രയും രസമായിട്ട് ട്രെയിലറിൽ തന്നെ കാണുമ്പോൾ രസമുണ്ട്. ആ ഒരു കപ്പിളിൻ്റെ ഒരു കെമിസ്ട്രി എന്ത് രസമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ശരിക്കും സിനിമയെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു ട്രെയിലറിനെ കുറിച്ച് പറയുമ്പോൾ. അത്രയും രസമുണ്ടായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്ത് കണ്ട ഒരു ട്രെയിലർ. വീണ്ടും ഞാനിങ്ങനെ പറഞ്ഞിട്ട് എമ്പുരാൻ്റെയൊക്കെ ട്രെയിലർ വന്നു കഴിഞ്ഞപ്പം തരുൺ മൂർത്തി ഒരു പോസ്റ്റ് ഇട്ട് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ പൃഥ്വിരാജിനോട് വിളിച്ച് ചോദിച്ചെന്നോ. ബട്ട് ദിസ് ഈസ് ഓസം മാൻ. അടിപൊളിയായിട്ടുണ്ട്. എന്ത് രസമാണ് ആ സിനിമ കാണുന്ന ഒരു ഫീല്, സിനിമ കാണാൻ കൊതിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സൂപ്പർ ട്രെയിലർ. എനിവേ, അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരുപാട് തമാശ രംഗങ്ങളുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് ക്ലിയറാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ട്രാൻസിഷൻ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, അയാൾക്കും ആ കാറിനും ഈ സിനിമയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് സംഭവിക്കുന്ന കാര്യത്തിൽ നിന്ന് അയാൾ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സ്ട്രഗിൾ, അതിനുള്ളൊരു ഫൈറ്റ് ഇവിടെ ഉണ്ട്. അതായിരിക്കും ഈ സിനിമയുടെ മറ്റൊരു സ്ട്രോങ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കാരണം ഇതിന് തീർച്ചയായിട്ടും ഒരു റോളുണ്ട്. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി.
അപ്പോൾ ട്രെയിലർ കണ്ടവരാണ് നിങ്ങളെങ്കിൽ ട്രെയിലറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.